ഞാൻ വീഡിയോ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി. ഞാൻ ആരോടും കേൾക്കണം കാണണം എന്ന് പറയാറില്ല. ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടാൽ മതി, ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്താൽ മതി, ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഫെയിലറാണ്, അതായത് തോൽവി. ഞാനൊരു ബിഗ് തോൽവിയാണ്, സമ്മതിച്ചു വരുന്നു. ഈ ബിഗ് തോൽവി എന്ന് ഒട്ടുമിക്ക ആളുകളും പറയാനുള്ള കാരണം വേറൊന്നല്ല, പണം ഉണ്ടാക്കാൻ കഴിയാത്തവരൊക്കെ തോൽവിയാണ് എന്ന് വിശ്വസിക്കുന്നൊരു സമൂഹമായി മാറിയേക്കണു കേരളം എന്ന് പറയുന്നത്. ഞാൻ ഒരു മാനസിക രോഗിയാണ്. അത് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ട തരത്തിലുള്ള ഒരു അസുഖം. അതിന് ബൈപ്പോളർ ഡിസോർഡർ എന്ന് പറയും. ഈ ബൈപ്പോളർ ഡിസോർഡറിന് മരിക്കും വരെ മരുന്ന് കഴിക്കണം. പിന്നെ ഞാൻ അറിഞ്ഞിട്ടുള്ളത്, ഞാൻ ഈ സൈക്കോളജിയും സൈക്യാട്രിയൊന്നും പഠിക്കാത്ത ആളാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ചെറുപ്പകാലത്ത് ചികിത്സിക്കുകയാണെങ്കിൽ അത് നല്ല ചികിത്സ കിട്ടുകയാണെങ്കിൽ അതൊക്കെ മാറുന്നും പറയുന്നുണ്ട്. പക്ഷെ ചിലവർക്കത് മാറില്ല. ആ മാറാത്തതിൻ്റെ കാരണം അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൂടിയുണ്ട്. ഈ മാനസിക രോഗം വന്ന ആ മരുന്നിനൊപ്പം അവരുടെ വീട്ടുകാർ, അവരുടെ വസിക്കുന്ന ചുറ്റുമുള്ള സമൂഹം സ്നേഹപൂർണമായൊരു സപ്പോർട്ട് തരികയാണെങ്കിൽ മാനസിക രോഗത്തിൽ നിന്ന് ഒരു പരിധി വരെ വിടുതൽ ഉണ്ടാവും. അപ്പോൾ മാനസിക രോഗി ആയി ആദ്യം ജനിച്ച വ്യക്തിയല്ല ഞാൻ, അവസാനമായിട്ട് ജനിക്കുന്ന വ്യക്തിയല്ല. ഈ ഓൾ ഇന്ത്യ തലത്തിൽ എന്താ പറയുക, 6% പേർക്ക് ഡിപ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ മാനസിക രോഗമുണ്ട്. അതേസമയം കേരളത്തിൽ 10% ഉണ്ടെന്നാണ് ഞാൻ ചില കണക്കുകൾ ചില ഡോക്ടർമാർക്ക് പറയുന്നത് കേട്ടിട്ടുള്ളത്. അതായത് 100 ആളെടുത്താൽ 10 ആൾ, അപ്പം 4 കോടി ജനങ്ങളുണ്ടെങ്കിൽ ഏകദേശം 40 ലക്ഷം തോന്നുന്നു, ഞാൻ കണക്ക് കൂട്ടിയിട്ടില്ല, 40 ലക്ഷം പേർക്ക് ഇവിടെ മാനസിക രോഗമുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇത്രയധികം മാനസിക രോഗം വർദ്ധിക്കാനുള്ള കാരണം കേരളീയ സമൂഹം മാനസിക രോഗികൾ, തനി കുഷ്ഠരോഗികൾ അല്ലെങ്കിൽ എയ്ഡ്സ് രോഗികളോട് കാണിക്കുന്ന അവഗണന, നികൃഷ്ടമായ സമീപനം, ഒരു വൃത്തികെട്ട സമീപനം. ഒരു മാനസിക രോഗി എങ്ങനെയെങ്കിലും ജീവിതത്തിൽ പിടിച്ചു കയറാൻ ശ്രമിക്കുമ്പോൾ അതിനെ ശക്തിയുക്തം എതിർത്ത്, പരിഹസിച്ച്, ഒറ്റപ്പെടുത്തി, അവഗണിച്ച് അവസാനം വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും അടക്കം സമൂഹത്തിൽ നിന്ന് അടക്കം ഒഴിവാക്കിയിട്ട് തടിയും മുടിയും വളർത്തി വേസ്റ്റ് പറക്കി തിന്നുന്ന ഒരു നക്കാപ്പിച്ച ഭ്രാന്തനാക്കി മാറ്റുന്ന ഒരു കേരളീയ സമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, മാനസിക രോഗികളോട് സംസാരിക്കാൻ, അവരുടെ വാക്കുകൾ കേൾക്കാൻ, അവരുടെ വിഷമങ്ങൾ കേൾക്കാൻ, ദുഃഖങ്ങൾ കേൾക്കാൻ, സങ്കടങ്ങൾ കേൾക്കാൻ നേരമില്ല. ഇവിടെ വലിയ വലിയ മഹാന്മാരായിട്ട് പണവും ഉണ്ട്, കാറുണ്ട്, ബംഗ്ലാവുണ്ട്, പക്ഷെ സ്നേഹമില്ലെങ്കിൽ ആ മനുഷ്യന് ഒരു പട്ടിയുടെ വിലയില്ല. പിന്നെയും നല്ലത് പട്ടി നായ, കാരണം പട്ടിക്കും നായ്ക്കും തിന്നാൻ കൊടുത്ത അവരെ പോലെ നന്ദിയുള്ള ഒരു വർഗ്ഗമില്ല. കാരണം ഈ പട്ടിക്കും നായ്ക്കും തിന്നാൻ കൊടുത്ത സ്വന്തം വർഗത്തെ വരെ ശത്രുവാക്കിയിട്ട് പട്ടി നായി നമ്മളെ യജമാനെ സേവിക്കും. അത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഞാൻ പലവട്ടം പറഞ്ഞതാണ് ഫേസ്ബുക്കിൽ. ഒരു പട്ടിക്ക് തിന്നാൻ കൊടുത്തു, നായന് കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ അതേപോലത്തെ നായ, ഏതെങ്കിലും ഒരു നായ റോട്ടിൽ കൂടെ പോയാൽ കുറച്ച് ചാട്ടും, തുറന്നു വിട്ടുകൊടുത്ത് അതിനെ കടിച്ചു കൊല്ലും. അപ്പോൾ നായ്ക്കും പട്ടിക്കും ഇല്ലാത്ത സ്നേഹം പോലും ചിലപ്പോൾ കേരളത്തിലെ ജനത മാനസിക രോഗികളോട് കാണിക്കുന്നില്ല.
മനസ്സിലായോ? അവർ ഈ പട്ടിക്ക് നായ്ക്കൊക്കെ തിന്നാൻ കൊടുക്കും. ആ പട്ടിക്ക് തിന്നാൻ കൊടുക്കുന്ന ആ പണത്തിന് കണക്കില്ല. അല്ലെങ്കിൽ ആ പട്ടീനോട്, എന്നിട്ട് പട്ടീനെ വളർത്തിയിട്ട് ഒരു പ്രായം കഴിഞ്ഞ് അവർ തന്നെ തെരുവിലേക്ക് എറിയും. ഇവിടെ എന്താ പറയുക, തെരുവ് നായ്ക്കൾക്ക് ഉള്ളതിനെക്കൊണ്ട് ഭയങ്കര ശല്യമാണ്. തെരുവ് നായ്ക്കൾക്ക് ഉള്ള ഒരു ശല്യമാവാന്നതിൻ്റെ കാരണം ഈ തെരുവ് നായ്ക്കൾ തിന്നാൻ കൊടുക്കില്ല. പോരാത്തതിന് അവരെ കല്ലെടുത്തെറിയുകയും ചെയ്യും. അപ്പോൾ ഈ കല്ലെടുത്തെറിഞ്ഞ ആളെന്നെ ഈ തെരുവ് നായ്ക്ക് നല്ല ഓർമ്മയാവും. അപ്പോൾ ഈ തെരുവ് നായ ആ ആള് വീണ്ടും അതിനെ കടന്നു മുമ്പ് കുരച്ച് ചാടി ചിലപ്പോൾ കടിച്ചു എന്ന് വരും. അതേസമയം അതിനൊരു ടൈഗർ ബിസ്ക്കറ്റ് 10 റുപ്യക്ക് മേടിച്ചിട്ട് 2 കഷ്ണമായിട്ട് കൊടുത്താൽ മതി. പിന്നെ അത് അടുത്ത പ്രാവശ്യം അയാളിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ വ്യക്തിനെ കാണുമ്പോൾ ആ നായ വാലായിട്ട് വന്നിട്ട് അടുത്ത് നിൽക്കും. മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം കേരള ജനതയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ഞാൻ ശക്തിയുക്തം തന്നെ പറയും. ഒരു തെരുവ് പട്ടിയുടെ വില പോലും ഈ മാനസിക രോഗികൾക്ക് കൊടുക്കില്ല എന്ന് പറയുന്നത് അതിനെന്താ പറയുക കേരള ജനതേനെ? ഞാൻ പറയുന്നത് 4 കോടി ജനങ്ങളിൽ 40 ലക്ഷം പേര് ഇവിടെ മാനസിക രോഗികളാണ്. പലരും മാനസിക രോഗമുള്ളത് ഒളിച്ചു വെക്കും. എന്നിട്ട് ഈ മാനസിക രോഗികളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ മാനസിക രോഗമുള്ളവരെ പരിഹസിക്കുന്ന നാടാണ് കേരളം. ഇതിപ്പോൾ അത്ര വലിയ സംഭവം ഒന്നല്ല. ഈ ശാരീരിക നമ്മുടെ മനുഷ്യൻ്റെ ഒരു ശരീരം എന്ന് പറയുന്നത് ശരീരവും മനസ്സും കൂടിയിട്ടാണ്. ഭൗതിക ശരീരവും മനസ്സും കൂടിയിട്ട് ഈ ശരീരത്തിന് അസുഖം വരുന്ന പോലെ മനസ്സിനാരോ അസുഖം വന്ന എന്താ കുഴപ്പം? ശരീരത്തിന് ക്യാൻസർ വന്നു ചിലപ്പോൾ 99% ചാവാൻ സാധ്യത ഉണ്ടാവും. ഒരു അറ്റാക്ക് വന്ന് പെട്ടെന്ന് ഒരാൾ മരിച്ചു, കുഴപ്പമില്ല. ഒരു കിഡ്നിക്ക് അസുഖം വന്നു, നിരന്തരം ഡയാലിസിസ് ചെയ്തിട്ടും മരുന്ന് കഴിച്ചിട്ടും ജീവൻ നിലനിർത്തുമ്പോൾ ഒരു കുഴപ്പമില്ല. കള്ളുപിടിച്ച് കരളിന് അസുഖം വന്നിട്ട് ചികിത്സിക്കണോണ്ട് ഒരു കുഴപ്പമില്ല. ശ്വാസകോശ അർബുദം, സകല ശാരീരിക അസുഖത്തിനും സമൂഹത്തിൽ വിലയുണ്ട്. അവർക്ക് എവിടെ ചികിത്സ? RCCയിൽ, എവിടെ ചികിത്സ? അമല ക്യാൻസർ സെൻ്ററിൽ, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ കണ്ണൂർ ഹോസ്പിറ്റലാന്ന് പറയും. അപ്പം എന്ത് മാനസിക രോഗം ചികിത്സിക്കുന്ന ഹോസ്പിറ്റലോ ഡോക്ടറെ പറ്റിയിട്ടോ ആ ചികിത്സയെക്കുറിച്ചിട്ടോ നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞാൽ എന്താ കുഴപ്പം? വല്ല കുഴപ്പമുണ്ടോ? ശരീരമുള്ള പോലെയല്ലേ ശരീരത്തിൻ്റെ അവിഭാജ്യമായ ഒരു ഘടകമല്ലേ മനസ്സ്. ആ മനസ്സിന് അസുഖം വന്നാൽ ആ മനസ്സിന് എന്തെങ്കിലും ഡിസോർഡർ വന്നാൽ അതിന് ചികിത്സിച്ചുകൊണ്ട് എന്താ കുഴപ്പം? ആ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലും ഡോക്ടറും എന്നെ പറ്റിയിട്ട് ഞാൻ എത്ര ദിവസം അവിടെ കിടന്നു എന്ന് പറയുന്നുണ്ട്, എന്താ കുഴപ്പം? എനിക്കൊരു കുഴപ്പം തോന്നുന്നില്ല. ആ കുഴപ്പം ഇല്ല എന്ന് ഞാൻ പ്രചരിപ്പിക്കുമ്പോൾ എന്നോട് ശത്രുത്വം പ്രകടിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. പോരാത്തതിന് എന്നോട് സംസാരിക്കില്ല, എൻ്റെ തൊഴിലിൽ തടസ്സം നിൽക്കുക. ഞാൻ സ്ഥിരമായി വണ്ടി ഇടുന്ന സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുക, എനിക്ക് 10 റുപ്യയുടെ ഓട്ടം ഇല്ലാണ്ടാക്കുക, സമൂഹത്തിൽ പരമാവധി ഒറ്റപ്പെടുത്തുക, വീട്ടിൽ ഭാര്യനെയും ഏറ്റവും കുട്ടികളായിട്ട് തർക്കം ഉണ്ടാക്കാനുള്ള വഴി ഉണ്ടാക്കുക. അച്ഛനും എൻ്റെ കുടുംബത്തിലൊരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഈ മാനസിക രോഗിയുടെ കുടുംബത്താണല്ലോ, അപ്പോൾ ആ വഴക്കുണ്ടായി കഴിഞ്ഞാൽ പൊട്ടിച്ചിരിച്ച് സന്തോഷിക്കുന്ന ഒരു സമൂഹം, അതാർത്ത് ഉല്ലസിക്കുന്ന അട്ടഹസിക്കുന്ന ഒരു സമൂഹം. ഇവരെന്നെ എന്താ വിളിക്കുക? സാഡിസ്റ്റ് മനോഭാവം അല്ലെങ്കിൽ നാസിസ്റ്റ് മനോഭാവം എന്നാ പറയുക. മറ്റുള്ളവരുടെ വേദന കണ്ടിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ വേദനിപ്പിച്ച് സന്തോഷിച്ച് ചിരിക്കുന്നവരെ സാഡിസ്റ്റുകൾ എന്നാ പറയുക, അല്ലെങ്കിൽ നാസിസ്റ്റുകൾ എന്ന് പറയും. വൃത്തികെട്ട സമീപനം അത്. എനിക്ക് ഇനിയിപ്പോൾ നിങ്ങൾ ഈ തോൽവിയിൽ പരിഹസിച്ചു, ഞാൻ പണം ഉണ്ടാക്കിയില്ല അല്ലെങ്കിൽ എനിക്ക് സമൂഹത്തിലൊരു വാല്യൂ ഇല്ല, എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്തിനു കുഴപ്പം? മാനസിക രോഗികൾക്കില്ലാത്ത വിഷമം എന്തിനാ? മാനസിക രോഗികൾക്കുള്ള വിഷമം എന്തിനാ? മാനസിക രോഗം ഇല്ലാത്തവർക്ക് അവരെ കുറിച്ച് അവരെന്തിനാ പരിഹസിക്കണ?
പരിഹസിച്ചാൽ ഇനിയിപ്പോൾ എന്താ പറയണ. അത് ഞാൻ ഏകദേശം എനിക്ക് പ്രീ ഡിഗ്രി തോറ്റ കാലത്ത് കിട്ടിയ മിഠായിയാണ് ഈ മാനസികർ എന്ന് പറഞ്ഞത്. 35 വർഷം ഞാൻ കൊണ്ടുനടക്കണേ. ആ 35 വർഷം കൊണ്ടുനടന്നിട്ട് ആ വലിയ തോൽവി 35 ഇൻറ്റു 365 കണക്ക് ആ ദിവസങ്ങളിലൊക്കെ എൻ്റെ കുടുംബ സാഹചര്യം വെച്ചിട്ട് ഞാൻ ഒരുപാട് ദുഃഖങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും കണ്ണീരൊലിപ്പിച്ചിട്ടുണ്ട്, കരഞ്ഞുണ്ട്. അന്ന് ഇവർക്കൊന്ന് പരിഹസിക്കാൻ നേരം കിട്ടിയില്ലോ, അന്ന് എന്നെ ശ്രദ്ധിക്കാൻ നേരം കിട്ടില്ല. ഇപ്പം ഞാൻ മാനസിക രോഗമൊക്കെ അനുഭവിച്ചൊന്ന് സെറ്റായി തോൽവികളിൽ കൂടെ ഒരുപാട് പാഠം പഠിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെത്ര കുരുപൊട്ടാളത്? എന്തിനു കുരുപൊട്ടണേ? ഞാൻ വിജയിക്കാൻ തുടങ്ങുമ്പോഴല്ലേ നിങ്ങൾക്ക് കുരുപൊട്ടുള്ളൂ. ഞാൻ പരാജയപ്പെട്ട് നടക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കുരുപൊട്ടാത്തത്? അങ്ങനെ ഈ കേരളത്തിലെ മാനസിക രോഗികൾ മാനസിക രോഗം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല. സമൂഹത്തിൽ നമ്മളെ ഒറ്റപ്പെടുത്തും, കളിയാക്കും, പരിഹസിക്കും, അവഗണിക്കും. എന്തിനു പേടിക്കണം? നമ്മൾ പണിയെടുത്ത് ജീവിക്കുക. ഇപ്പം ഞാൻ പണിയെടുക്കാത്തവനാണെന്നുള്ള പരാതികളും പരിഹാസങ്ങളും പറയുന്നുണ്ട്. ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. ആ ഓട്ടോറിക്ഷ വെറുതെ കൊണ്ടുപോയി ടൗണിലിട്ടാൽ പോരാ. ആ ഓട്ടോറിക്ഷയിൽ വണ്ടിയിൽ വാടക വിളിച്ചാൽ മാത്രമല്ല എനിക്ക് ഓടാൻ പോകാൻ പറ്റുള്ളൂ. അല്ലെ ഞാൻ വെറുതെ കിടന്നിട്ട് ഓടി കാണുന്നിട്ട് എനിക്ക് കാശ് കിട്ടുമല്ലോ. അപ്പോൾ ആ ഓട്ടോറിക്ഷയിൽ കയറാതിരിക്കുക. അല്ലെങ്കിൽ എൻ്റെ പ്രിൻറ്റിങ് പ്രസ് ഉണ്ട്. ആ പ്രിൻറ്റിങ് പ്രസ്സിൻ്റെ വർക്കിൻ്റെ കാര്യത്തിൽ എന്നെ വിളിക്കില്ല, എൻ്റെ ഭാര്യേനെ മാത്രം വിളിക്കുക. അപ്പം എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് വരുമാനം കൂടിയ നിങ്ങൾ തമ്മിൽ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാവുക, അതിലൂടെ ദാമ്പത്യം തകർക്കുക, ഞാൻ ഒറ്റപ്പെടുക, അതിൽ സന്തോഷിക്കുന്ന ഒരുപാട് മനുഷ്യരെ ഇന്ന് ഞാൻ നിൽക്കുന്ന ഞാൻ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ കാണുന്നുണ്ട്. എന്തിനത്? നിങ്ങൾക്ക് എന്തെന്നോട് എത്ര വിഷമം? പേടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മീതെ പറക്കും എന്നുള്ളൊരു പേടി. മുമ്പ് ഞാൻ പരാജയപ്പെട്ട് കിടക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടായിരുന്നില്ല. ഞാൻ ഈ പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കൊതിക്കുമ്പോഴാണ് നിങ്ങൾക്ക് പേടി. സാമ്പത്തിക വിജയത്തെക്കുറിച്ച് ഞാൻ കണക്കാക്കണില്ല. അതുകൊണ്ടാണ് എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ പ്രിൻറ്റിങ് പ്രസ് കൊടുത്തത്. ആ നോക്കി അടുത്തോട് അവൾക്ക് പണം ഉണ്ടാക്കണം. അവൾ പണം ഉണ്ടാക്കി നമ്മുടെ കുടുംബം നന്നായി പോകും. നമുക്ക് വല്ല ചായ കുടിക്കാനോ വീഡിയോ അടിക്കാനോ എന്തെങ്കിലും ഒരു കാര്യത്തിന് കാശ് കിട്ടിയാൽ മതി. നിങ്ങൾ എന്നെ കൊന്നാൽ മാത്രമേ എന്നെ തോൽപ്പിക്കാൻ പറ്റുള്ളൂ. ഒരു തരി ജീവുള്ളവരെ ഞാൻ തോൽവി സമ്മതിക്കില്ല. അതിൻ്റെ ആവശ്യമില്ല. ഞാനെന്തിനും നിങ്ങളുടെ മുമ്പിൽ തോൽവി സമ്മതിക്കേണ്ട ആവശ്യം? ഞാൻ എന്തെങ്കിലും ചായക്ക് കാശില്ലെങ്കിൽ ആ കടം മേടിച്ചിട്ട് ആ കടം മേടിച്ചിട്ട് എൻ്റെ കയ്യിൽ പൈസ ഒന്നും ഞാൻ കൊണ്ടു കൊടുക്കണം. ഞാൻ ഒരാളുടെ ഒന്നും ഇരന്ന് തിന്നില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. ചില ആൾക്കാർ അത്രയും നല്ല തിക്ക് ഫ്രണ്ട്സ് മാത്രം ചായ മേടിച്ച് തരുമ്പോൾ കുടിക്കും, അല്ലെങ്കിൽ കുടിക്കില്ല. എനിക്കെന്താ മദ്യം കഴിക്കാറില്ല. എനിക്ക് മദ്യം കഴിക്കുന്നത്, ലഹരി ഉപയോഗിക്കുന്നതല്ല എൻ്റെ സന്തോഷം. എൻ്റെ സന്തോഷം അറിവ് നേടല. എനിക്ക് ഒരു ദിവസം ഒരു കുറച്ച് നേരമെങ്കിലും അറിവ് നേടില്ലെങ്കിൽ ആ ദിവസം എനിക്ക് വേസ്റ്റാണ്, അല്ലെങ്കിൽ എനിക്കതൊരു ടെൻഷനാണ്. അപ്പം ഞാൻ ഇന്ന് കാലത്ത് മുതൽ ഇന്നലെ 2 ദിവസമായിട്ട് ഞാൻ കാര്യമായിട്ടൊന്നും പറയില്ല. അപ്പോൾ എന്താണെന്നറിയാം, ഇക്കണ്ട കാലം കുറച്ച് ദിവസമായിട്ട് പാട്ട് മാത്രം കേട്ടത്. പാട്ടൊരു പഠിക്കൽ തന്നെയാണ് കേട്ടോ. പാട്ടിൻ്റെ ലിറിക്സ് മാത്രമേ ഞാൻ കേൾക്കുള്ളൂ. പാട്ടിൻ്റെ എന്താ പറയുക, എനിക്ക് പാട്ട് പാടാറിയില്ല. ഞാൻ ലിറിക്സിൻ്റെ അർത്ഥങ്ങൾ, ഇപ്പം നമ്മൾ കവിത എന്തിനാണ് കേൾക്കണത്? കവിത ചൊല്ലറിഞ്ഞിട്ടല്ലോ. ആ കവിതയുടെ അർത്ഥം ഇപ്പം ഭാഷയുടെ അമ്മയാണ് ഈ കവിത എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഈ നമ്മളിപ്പോൾ മലയാളം ആയാലും ഇംഗ്ലീഷ് ആയാലും തമിഴായാലും അതിൻ്റെ ഒരു അമ്മയാണ് കവിത എന്നാണ് ഒരു ഇംഗ്ലീഷ് തത്വശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത്. ഈ പ്ലാറ്റോ, സ്താനിയോസ് ഒക്കെ പോലത്തെ, സോക്രട്ടീസ് പോലത്തെ തത്വശാസ്ത്രജ്ഞന്മാർ കുറേ ഉണ്ട്. അവർ പറഞ്ഞത് ഈ കവിത എന്ന് പറയുന്ന അമ്മയാണ്. അപ്പം അതുപോലെ ആ കവിത തന്നെയാണ് ഈ പാട്ടും. കവിതയ്ക്ക് ഈണം നൽകിയ പാട്ടായി. ആ എഴുതുന്ന വരികൾക്ക്, യൂസഫ് അലി കേച്ചേരി എഴുതുന്ന വരികൾക്ക് വിദ്യാസാഗർ സംവിധാനം ചെയ്യുന്നു എന്ന് പറയുന്നില്ല. ഈ സംവിധാനം ചെയ്യുന്ന ആളുകൾക്ക് എഴുതാൻ അറിയണമെന്ന് നിർബന്ധമില്ല.
അപ്പോൾ കവി ONV-യുടെ വരികൾക്ക് ഗിരീഷ് പുത്തഞ്ചേരി ഈണം നൽകി അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ ഞാൻ ലിറിക്സ് കേൾക്കുന്നത് എനിക്ക് ആ ലിറിക്സിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എനിക്ക് പാട്ട് കേൾക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ പാട്ട് കേൾക്കുന്ന വേറൊരു കാര്യം കൊണ്ടിട്ടുണ്ട്. ഈ മാനസിക രോഗികൾക്ക് അല്ലെങ്കിൽ ടെൻഷൻ മാറാൻ പാട്ട് കേൾക്കുന്നത് നല്ലതാണ്. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മൾ വെയിൽ കൊള്ളുന്നത് മാനസിക രോഗികൾക്ക് ടെൻഷൻ മാറാൻ നല്ലതാണ്. അതുപോലെ കായികമായ എക്സസൈസ് ചെയ്യാൻ നിന്നത് നല്ലതാണ്. അപ്പം ഞാൻ കായികമായിട്ട് എക്സസൈസൊന്നും ചെയ്യാറില്ല. ഞാൻ പാട്ട് നല്ല ഉഗ്രം പാട്ട് വെച്ചിട്ട് അങ്ങോട്ട് ഡാൻസ് കളിക്കും. തോന്നിയ പോലെ റൂമിൽ അടച്ചിട്ടുണ്ട്. ഈ ബാത്റൂം സിംഗർ എന്ന് പറയാറില്ലേ. ചില ആൾക്കാർ ബാത്റൂമിൽ മാത്രമേ പാട്ട് പാടാൻ കൂട്ടി വിട്ടുള്ളൂ. അതിപ്പോൾ പാട്ട് നന്നായിട്ടല്ല, നമുക്ക് ആ കുളിക്കുന്ന നേരത്ത് ഒരു സന്തോഷമാണ് ഈ പാട്ട് പാടുന്നത്. അപ്പം അങ്ങനെ പാട്ട് പാടിയ ആൾക്കാർ, എന്നെപ്പോലുള്ള ആൾക്കാർ പാട്ട് പാടിയ ഭ്രാന്തന്മാരും ഈ മറ്റുള്ളവർ കുളിക്കുമ്പോൾ പാട്ട് തോന്നിയ പോലെ പാടിയ അവർക്ക് ഭ്രാന്തൊന്നുമില്ല. അപ്പം ഈ ഭ്രാന്തന്മാരോട് അവഗണന കാണിക്കേണ്ട ആവശ്യമില്ല. കേരളീയര് അതിൻ്റെ ആവശ്യം എന്തിനാ? നിങ്ങളതിനെ വല്ല ശല്യം ചെയ്യണ്ട, ഞാൻ നിങ്ങളെ ശല്യം ചെയ്യണ്ട. എന്നെ ഭയങ്കര ശത്രുവായിട്ട് കാണുന്നുണ്ട്. അത് കുന്നംകുളത്ത് ടൗണിൽ മാത്രമല്ല, ഞാൻ എവിടെ പോയാലും ശത്രുവാണ്. കേരള സംസ്ഥാനത്ത് മാത്രമല്ല, ഞാൻ മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ പോയവർക്ക് പല ആളുകൾക്ക് ശത്രുവാണ്. ആ ശത്രുത വരണമെങ്കിൽ ഞാൻ നിങ്ങളുടെ മീത് പറക്കും, ഒരു പരുന്തായി മാറും എന്നുള്ളൊരു പേടി കൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ അന്നങ്ങില്ല എന്ന്. ഇവിടെ കേരളത്തിൽ വേറെ ഭ്രാന്തന്മാരില്ല. സുഗതനെ മാത്രം നോട്ട് ചെയ്യണം എന്തിനാണ്? സുഗതൻ പോണിടത്ത് മാത്രം പരിഹസിക്കുന്ന, എന്നെ പരിഹസിക്കാൻ വേണ്ടി മാത്രം പെട്രോളും ഡീസലും അടിച്ചിട്ട് പിന്നാലെ നടക്കുന്ന ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ അപ്പം എനിക്കാണ് ഭ്രാന്ത്, അവർക്ക് ഭ്രാന്ത് എനിക്ക് മനസ്സിലാവില്ല. സ്വന്തം സമയം കളഞ്ഞിട്ട് മറ്റൊരാളുടെ പിന്നാലെ നടന്ന് അവനെ പരിഹസിക്കാൻ നടക്കുമ്പോൾ ആരുടെ സമയം, ആ സമയം 10 രൂപയുടെ പണിയെടുത്തതായിരിക്കും. അവരവരുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചാൽ അതല്ലേ നല്ലത്. എൻ്റെ പിന്നാലെ നടന്നിട്ട് നിങ്ങൾക്ക് എന്താ കേട്ടോ? എന്നെ പരിഹസിച്ചിട്ട് നിങ്ങൾക്ക് വല്ല കേട്ടുണ്ടോ? ഒരു സന്തോഷം മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ടൊരു സാമ്പത്തിക നേട്ടവും മാനസിക നേട്ടവും കിട്ടാൻ പോലില്ല. ഞാൻ 10-35 വർഷമായിട്ട്, അല്ലെങ്കിൽ ഇനി മരിക്കും വേറെ ഒരു ഭ്രാന്തനായാലും, ഞാൻ എൻ്റെ പരാജയത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ തവണയും എൻ്റെ പരാജയങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ഞാൻ പഠിച്ചുകൊണ്ടേ ഇരിക്കും. എൻ്റെ ചതയ നക്ഷത്രമായ പാട്ടനം കുറച്ച് കൂടും. അതെല്ലാ ചതയ നക്ഷത്രക്കാരും അങ്ങനെയാണ്. സ്ത്രീകളെങ്ങനെയൊന്നും അറിയില്ല. ആണുങ്ങളൊന്നും പരമാവധി അവർക്ക് അറിയണം എന്നുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ പഠിക്കും. അതായത് ഒരു സാധാരണ കൃഷി തൊട്ടിട്ട് യുദ്ധവിമാനങ്ങളുടെ ഫീച്ചേഴ്സ് വരെ പഠിക്കും. യുദ്ധവിമാനത്തെ പഠിച്ചിട്ട് നമുക്ക് എന്താ കാര്യമുള്ളത്? ഞാൻ ഇന്ന് ഷെയർ ചെയ്ത കാര്യങ്ങൾ, എക്സൈസും പോലീസും ഏതാ നല്ലതെന്ന് ഇപ്പോൾ പഠിച്ചിട്ട് എന്താ കാര്യം? 52 വയസ്സാവാൻ പോവുക. ഈ മാസം അവസാനം കണ്ടിട്ട് എനിക്ക് 52 വയസ്സാവും. ഈ മിഥുനത്തിലെ ചതയ നക്ഷത്രം. അപ്പം ഇന്ന് മിഥുനത്തിലെ ചതയ നക്ഷത്രമാണെങ്കിലും ഇന്നാണ് പിറന്നാൾ വരേണ്ടത്. പക്ഷേ ഒരു മലയാള മാസത്തിൽ 2 ചതയം വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ചതയാണ് പിറന്നാളായിട്ട് എടുക്കുക. അതേത് നക്ഷത്രക്കാർക്ക് അങ്ങനെ. അപ്പോൾ എൻ്റെ പിറന്നാൾ വരുന്നത് മിഥുനമാസം 31 30 അറിയില്ല. ഇപ്രാവശ്യം 32 ഉണ്ട് മിഥുനത്തിൽ. ആ മിഥുന മാസം അവസാനിക്കുന്നതിനേക്കാളും തൊട്ട് മുമ്പാണ് എൻ്റെ പിറന്നാൾ വരുന്നത്. അപ്പം ഞാൻ എന്നെ പിന്നാലെ നടക്കണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മീതെ പറക്കുന്നൊരു പരുന്തായതുകൊണ്ട് തന്നെയാണ്. കാരണം ജീവിതത്തിൽ എന്നും വിജയിച്ചവരെക്കാളും കൂടുതൽ പാഠം പഠിക്കുക എന്നും തോറ്റവരാണ്. അപ്പം 35 കൊല്ലം തോറ്റു. ആ 35 കൊല്ലത്തിൽ എൻ്റെ 365 ദിവസം കൊടുത്താൽ എത്ര ദിവസം ഞാൻ കണക്കൂട്ടിയിട്ട് പറയേണ്ടി വരും. ഞാൻ 365 × 35
ആ കിട്ടുന്ന ദിവസങ്ങൾ മുഴുവൻ തോൽവിയാണ്. ആ തോൽവിയുള്ള ദിവസങ്ങളൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, അറിവ് നേടിയിട്ടുണ്ട്. എന്തുകൊണ്ട് എനിക്ക് പരാജയം വരുന്നു. അപ്പോൾ ഏത് മേഖലയെ കുറിച്ചിട്ട് ചോദിച്ചാലും 10 മിനിറ്റ് എനിക്ക് സംസാരിക്കാൻ പറ്റും. ഏറ്റവും കുറഞ്ഞ 10 മിനിറ്റ്. ഞാൻ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എത്ര മണിക്കൂർ വേണമെങ്കിൽ ഓരോരോ അറിവുകൾ പറയാൻ പറ്റും. നിങ്ങൾക്കത് പരിഹാസമായിരിക്കും, എനിക്കത് വിഷയമില്ല. എനിക്ക് പറയാനുള്ളത് യൂട്യൂബിലോട്ട് കേൾക്കണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ഞാൻ ഒരിക്കലും പറയില്ല, എനിക്ക് നിർബന്ധമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ പരിഹസിക്കാൻ വന്നിട്ടോ, ഭയപ്പെടുത്താൻ വന്നിട്ടോ, വിഷമിപ്പിക്കാൻ വന്നിട്ടോ, സങ്കടപ്പെടുത്താൻ വന്നിട്ടോ, ഞാനും എൻ്റെ കുടുംബം തമ്മിൽ അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ തർക്കം ഉണ്ടാക്കാൻ നോക്കിയാലോ, ഞാനും എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ തർക്കം ഉണ്ടാക്കാൻ നോക്കിയാലോ അത് താൽക്കാലികം മാത്രമാകുക. എൻ്റെ അച്ഛനും അമ്മേനെ ഞാൻ എത്ര തെറി വിളിച്ചാലും എത്ര ചീത്ത വിളിച്ചാലും എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഞാനൊരു മോനാണ്. അപ്പോൾ അതുപോലെ എനിക്ക് എൻ്റെ അച്ഛനമ്മ എന്ന് വിളിക്കാൻ ഉണ്ട ഒരാൾ തന്നെയാണ്. അപ്പം അവരുടെ കൊള്ളരുതായ്മകളൊക്കെതിരെ ഞാൻ ശബ്ദിക്കാറുള്ളൂ. അവരെ നന്മയെ ഞാൻ അംഗീകരിക്കാറുണ്ട്. അവർ ചെയ്ത അധ്വാനത്തെയും അവർ ചെയ്ത പല നല്ല കാര്യങ്ങളും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് ഭ്രാന്തുണ്ട് വിചാരിച്ച ഓർമ്മയ്ക്കൊരു കുറവില്ല. ഓർമ്മ നല്ലതായിട്ടുണ്ട്. ഏറ്റവും ചെറുപ്പത്തിലെ കാര്യം മുതൽ ഈ നിമിഷം വരെയുള്ള കാര്യങ്ങൾ അക്കമിട്ടിട്ട് പറയാൻ എനിക്ക് പറ്റും. ഞാനൊരു പുസ്തകം വായിച്ചാലും ഞാൻ അറിവ് നേടിയാലും അതിനെക്കുറിച്ച് നല്ല ഓർമ്മ ഉണ്ടാവും. അപ്പം എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ് എന്നെ വിജയത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കാൻ ഒരു സൈഡിൽ കൂടെ പ്രവർത്തിച്ചിട്ടുള്ളത്. മറ്റേ വശത്ത് കൂടെ അവർ തളർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ആ വിജയത്തിനെത്തിക്കാൻ ചെയ്ത പാതകളോട് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. ആ കാര്യത്തിൽ അവരോട് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, എല്ലാം ഉണ്ട്. അതേസമയം എന്നെ പരാജയപ്പെടുത്താൻ തുല്യമായിട്ട് ചെയ്തതാണ് ഞാനും എൻ്റെ അച്ഛനമ്മയും തമ്മിലുള്ള തർക്കങ്ങൾക്ക് കാരണം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അച്ഛനമ്മയെന്നല്ല, ഒരു വൃത്തികെട്ട സമീപനമായിട്ട് എൻ്റെ അടുത്തേക്ക് ആര് വന്നാലും അത് എത്ര വലിയ നേതാവായിക്കോട്ടെ, എത്ര വലിയ ഓഫീസറായിക്കോട്ടെ, എത്ര വലിയ കോടീശ്വരനായിക്കോട്ടെ, ഞാൻ മുഖത്ത് നോക്കിയിട്ട് കാര്യം പറയും. അത് ചിലർക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല, അത് ജാതി ഉണ്ട് അതിൽ പ്രശ്നം. ഇത്രയും വലിയ വലിയ കാര്യങ്ങൾ പറയാൻ സ്ഥാനമുള്ള ഒരാളല്ല ഞാൻ. വിദ്യാഭ്യാസ യോഗ്യതയില്ല, പണത്തിൻ്റെ യോഗ്യതയില്ല, ജാതി കൊണ്ട് യോഗ്യതയില്ല. അപ്പോൾ ഈ 3 യോഗ്യത ഇല്ലാത്ത ആൾ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ പണ്ട് പറയും, ഈ വല്യപ്പൻ്റെ ട്രൗസർ ഇട്ടിട്ട് വർത്താനം പറയില്ലേ എന്ന് പറയും. അതുപോലെ ഞാനത് നിർത്താൻ പാടില്ല. ഞാനത് സമൂഹത്തിൽ ഞാൻ വ്യക്തികളോട് പറയണതിന് പകരം യൂട്യൂബിൽ പറയാൻ തീരുമാനിച്ചു. എനിക്ക് തോന്നണ സമയത്ത് എന്താ പറയുക, തോന്നിയ രീതിയിൽ ഞാൻ യൂട്യൂബിൽ പറയും. യൂട്യൂബ് റിജക്ഷൻ ചെയ്യേണ്ടി വരും. നിങ്ങൾ റിജക്ഷൻ ചെയ്താൽ വീഡിയോയിൽ കിടക്കും. നിങ്ങൾ റിജക്ഷൻ അവിടെ ചെയ്തോ, നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്തോ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ യൂട്യൂബിൽ പറയേണ്ട കാര്യങ്ങളല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ യൂട്യൂബ് നമ്മളുടെ ചാനൽ റിജക്റ്റ് ചെയ്യുക. അങ്ങനെ വരാൻ നോക്കിയാൽ പോരെ. നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടോളെ, ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളെ, ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളെ. ഒരു പ്രശ്നമില്ല, എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ. താങ്ക് യു.